പ്രൈസ് ദ ലോർഡ്. അബീഗ ബൈബിൾ കിസാൻ പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1 ശമൂവേൽ 16-17 അധ്യായങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കഥ. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരം പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ ഒരു ഇടയ ബാലനായിരുന്നു. ഭീമാകാരനായ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയതിലൂടെയാണ് ഏറ്റവും പ്രശസ്തനായി തീർന്നത്. ശൗൽ രാജാവ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപം ചെയ്തപ്പോൾ ദൈവം അവനോട് അങ്ങേയറ്റം നീരസപ്പെടുകയും ശൗലിന് ശേഷം രാജാവായി മറ്റൊരാളെ അഭിഷേകം ചെയ്യുവാൻ അവൻ്റെ പ്രവാചകനായ ശൗമേലിനോട് കൽപ്പിക്കുകയും ചെയ്തു. ശൗമേൽ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ള ഇശായി എന്നു പേരുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോയി. ഇശായിക്ക് 8 ആൺമക്കളായിരുന്നു. അവർ 7 പേരെ ശൗമേലിന് കാണിച്ചു കൊടുത്തു. അവരാണെങ്കിൽ ശക്തന്മാരും ഭംഗിയുള്ളവരുമായിരുന്നു. തീർച്ചയായും അതിലൊരാളെ തിരഞ്ഞെടുക്കുമെന്നാണ് ശൗമേൽ കരുതിയത്. അപ്പോൾ കർത്താവ് ശൗമേലിനോട് പറഞ്ഞു, ഞാൻ ഒരാളുടെ പുറമേയുള്ള രൂപം പരിഗണിക്കുന്നില്ല, പകരം അവരുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ആട്ടിടയനായ ഇളയ മകനെ അഭിഷേകം ചെയ്യുവാൻ ശൗമേലിനോട് പറഞ്ഞു. ആ ആൺകുട്ടിയായിരുന്നു ദാവീദ്. ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഗോലിയാത്ത് എന്നു പേരുള്ള ഒരു ഭീമൻ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിനോട് വെല്ലുവിളിച്ചു. ആ വീരനായ മല്ലനെ നേരിടുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ ദൈവത്തിൻ്റെ സൈന്യങ്ങളെ വെല്ലുവിളിക്കുന്ന കേട്ടപ്പോൾ ദാവീദ് താൻ ആ ശൂരനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുമെന്ന് ശൗൽ രാജാവിനോട് പറഞ്ഞു. ദാവീദ് ഒരു യോദ്ധാവല്ലാത്തതിനാൽ ശൗൽ രാജാവിന് ആശങ്കയായി. പക്ഷേ സ്വന്തം രാജകീയ കവചം ദാവീദിനെ അണിയിച്ച് അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദിന് കവചം ശീലമില്ലാത്തതിനാൽ അത് നീക്കം ചെയ്ത് ഒരു സാധാരണ ആട്ടിടയൻ്റെ വേഷം ധരിച്ച് കവണയിൽ 5 കല്ലുമായി ആ മല്ലനായ ഗോലിയാത്തിനെ അവൻ നേരിടാൻ പോയി. ആ സമയത്ത് ഗോലിയാത്ത് തൻ്റെ നേർക്ക് വന്നപ്പോൾ കവണയിൽ നിന്നും കല്ലെടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് എറിഞ്ഞു. ക്ഷണത്തിൽ അവൻ കവിണു വീണു, തൽക്ഷണം മരിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കുമെന്ന് പ്രിയമുള്ളവരെ, ദൈവം നോക്കുന്നത് ഒരു വ്യക്തിയുടെ രൂപത്തിലല്ല, പകരം ഒരു വ്യക്തിയുടെ ഹൃദയത്തെയാണ്. ശത്രുക്കളെ തോൽപ്പിക്കാൻ അലങ്കാര കവചങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.